നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എവിടെയായിരുന്നു ഇത്ര നേരം? നിനക്ക് തോന്നുമ്പോ കേറി വരാനും തോന്നുമ്പോ ഇറങ്ങിപ്പോവാനേ ഇത് സത്രമൊന്നും അല്ല. അതിനിപ്പോ എത്ര മണിയായെന്ന്? എത്ര ആയാലെന്താ? നിനക്ക് ജോലിയും കൂലിയും ഒന്നും ഇല്ലല്ലോ. എത്ര മണി ആയാലും മേലാൽ ഇവിടെ ഇത് പറ്റില്ല. ഈ വീട്ടിൽ താമസിക്കുമ്പോ നേരത്തിനും കാലത്തിനും വീട്ടിൽ കയറിക്കണം. സൗകര്യമില്ല. നിങ്ങൾ ആരെ ഇതൊക്കെ ചോദിക്കാനും പറയാനും? നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനെ നിയന്ത്രിച്ചാ മതി. എന്നെ നിയന്ത്രിക്കാൻ ഇവിടെ വേറെ ആളുണ്ട്. ആ ആള് ചോദിക്കട്ടെ, അപ്പൊ ഞാൻ മറുപടി പറഞ്ഞോളാം. നീ ഉദ്ദേശിച്ച ആളിന്റെ ചേച്ചിയാ ഞാൻ. അമ്മയുടെ സ്ഥാനമാ എനിക്ക്. ഞാൻ ചോദിക്കും. ചോദിച്ചു മറുപടി പറയാനേ എനിക്ക് സൗകര്യം ഉണ്ടാവില്ല. ഞങ്ങൾക്ക് ചീത്തപ്പേരുണ്ടാക്കി തന്നിട്ടേ നീ പോവല്ലേ? നിങ്ങൾക്ക് ചീത്തപ്പേരുണ്ടാവാനും പോണില്ല, ഞാൻ ഇവിടുന്ന് പോവാനും പോണില്ല. വെറുതെ എന്തിനാ നടക്കാത്ത കാര്യത്തിന് വേണ്ടി സമയം കളയുന്ന? ഇതിപ്പോ 1-2 പ്രാവശ്യമല്ല, ഒരുപാടായി എന്നെ ഭരിക്കാൻ തുടങ്ങിയിട്ട്. കുറെ ഞാൻ ക്ഷമിച്ചു. സാഹി കെട്ട ചെയ്യേണ്ട എന്താണെന്ന് എനിക്കറിയാം. എന്നെ കൊണ്ടത് ചെയ്യിക്കരുത്. നിനക്ക് തോന്നും പോലെ ജീവിക്കാനാണെങ്കിൽ അത് ആയിക്കോടി. പക്ഷേ അത് ഈ വീട്ടിൽ പറ്റത്തില്ല. നീ വേറെ വീടെടുക്ക്, എന്നിട്ട് അങ്ങോട്ട് മാറ്. ഞാൻ ഇവിടെ തന്നെ താമസിക്കും. സിദ്ധുവേട്ടൻ എവിടെയാണോ അവിടെയാ ഞാൻ. ആ തീരുമാനത്തിൽ നിന്ന് എന്നെ മാറ്റാന്ന് ഒരാളും വിചാരിക്കണ്ട. അത് ചേച്ചിയാണെങ്കിലും ശരി, അമ്മയാണെങ്കിലും ശരി. ഇങ്ങനെയുണ്ട് ഒരു ടോർച്ചറിങ്. അങ്ങോട്ട് തിരിഞ്ഞ കുറ്റം, ഇങ്ങോട്ട് തിരിഞ്ഞ കുറ്റം. മടുത്തു. ഞാൻ പറയുന്ന വല്ലതും കേൾക്കുന്നുണ്ടോ? ഞാൻ ചെവി കേൾക്കാത്ത ആളൊന്നുമല്ല, കേൾക്കുന്നുണ്ട്. പിന്നെ എന്താ ഒന്നും പറയാത്തെ? നമുക്ക് ഈ വീട്ടിൽ നിന്ന് മാറണം. മാറാനോ? എങ്ങോട്ട്? എങ്ങോട്ടെങ്കിലും വേറെ വീടെടുത്ത് പോവാം. ഇവിടെ നിന്നാ ശരിയാവില്ല. വേറെ വീടെടുക്കണേ കൈ കാശ് വേണ്ടേ? സിദ്ധുവിന്റെ ഷെയർ വാങ്ങാലോ. ഷെയറോ? അതെ, ഷെയർ. ഈ വീടും സ്ഥലവും അച്ഛൻ അമ്മയുടെ ആഗ്രഹപ്രകാരം ചേച്ചിക്ക് എഴുതി കൊടുത്തു. സിദ്ധുണ്ണല്ലേ ഇവിടുത്തെ സ്വത്തിനൊരു വീതം? അതൊക്കെ ഞാൻ എന്നേ വാങ്ങി. അത് ശരി, നേരത്തെ വാങ്ങിയില്ലേ? എന്നിട്ട് എവിടെ? ബാങ്കിലിട്ടിരിക്കുകയാണോ? ആ, ബാങ്കിലിട്ടിരിക്കായിരുന്നു. പക്ഷേ അതിപ്പോ ഇല്ല. എന്ത് ചെയ്തു? അതെടുത്തിട്ടല്ലേ എന്നെ ചികിത്സിച്ചത്. ഞാനെന്ന് പറഞ്ഞോ നീ മറന്നുപോയെന്ന് തോന്നല്ലോ. ഒരു അസറ്റും ഇല്ലാത്തൊരു കടക്കാരനായ വ്യക്തിയാ ഞാൻ. സത്യം പറഞ്ഞാലേ ആരെങ്കിലും കടം തീർക്കാൻ പൈസ തന്നെങ്കിലെന്ന് പോലും ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. അപ്പൊ ഞാനെന്താ വേണ്ടേ? അതിപ്പോ ഞാനെങ്ങനെ പറയുന്നേ? നീ എന്താ വേണ്ടതെന്ന് നീയല്ലേ തീരുമാനിക്കേണ്ടത്. എനിക്കൊരല്പ സ്വസ്ഥത വേണം. ദേ, സ്വസ്ഥതയുടെ ഹോൾസെയിൽ ഡീലറൊന്നും അല്ല ഞാൻ. എനിക്ക് വീട്ടിൽ നിന്ന് മാറണം. നീ മാറിക്കോ. ഞാൻ എന്തെങ്കിലും എതിര് പറഞ്ഞോ? നിനക്ക് എങ്ങോട്ട് വേണമെങ്കിലും പോവാം. ഒന്നിനും ഞാനൊരു തടസ്സമല്ല. അപ്പൊ സിദ്ധുണ്ണൻ എന്റെ കൂടെ വരില്ലേ? എന്തിന്? എനിക്കിവിടെ താമസിക്കുന്നതാ ഇഷ്ടം. എന്റെ ചേച്ചി എവിടെയാണോ അവിടെ താമസിക്കാനാ എനിക്ക് താല്പര്യം. കഷ്ടമുണ്ട് കേട്ടോ. നിനക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നീ എന്നെ ഡിവോഴ്സ് ചെയ്യ്. ആ ആഗ്രഹം മനസ്സിൽ വെച്ചാ മതി. എന്നെ അതിന് കിട്ടില്ല. എടീ, നീ നിന്റെ പണി നോക്കി പോന്നോക്ക് ചന്ദ്രേ. എനിക്കിവിടെ വേറെ പണിയുണ്ട്.